വീണ്ടും ഞാൻ ഇപ്പം വന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയം സംസാരിക്കാൻ തന്നെയാണ് കേട്ടോ. ഒരു കാരണവശാലും എതിരാളികൾക്കോ കൂട്ടത്തിലുള്ള കുലകുത്തികൾക്കോ വേട്ടയാടാൻ ഒരു തടയാലും അനുവദിച്ചു കൊടുക്കാൻ കഴിയത്തേയില്ല. ദൈവം തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഇത് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ആരും ഈ വിഷയത്തിൽ അത് ചെയ്യത്തില്ല. കാരണം രേഖാമൂലം പരാതി കൊടുക്കട്ടെ, പരാതി കിട്ടട്ടെ. പരാതി മാത്രം കൊടുത്താൽ പോരാ, അത് കോടതിയിൽ കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ രാഹുലിനെ വേട്ടയാടാൻ ഏതെങ്കിലും വിവരം കെട്ട വിവരദോഷികൾ അവരവരുടെ ഭാവനക്ക് കഥയുണ്ടാക്കിയിട്ട് വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ തരത്തിൽ വെച്ചിട്ട് മറുപടി പറയും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇന്ന് ഞാൻ തിരുവനന്തപുരത്തുള്ള ഏതോ യൂത്ത് കോൺഗ്രസിന്റെ ഏതോ ഒരു കുണാണ്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ മാധ്യമത്തിന്റെ മുമ്പിൽ ആളാവാൻ വേണ്ടി 1.5 കിലോ പൊട്ടിയിട്ടിട്ട് വന്നിട്ട് എന്തൊക്കെയോ വിടുവായിട്ടൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ സ്ത്രീയുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പേര് പോലും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് തന്നെ അപമാനം തോന്നുന്നു ആ സ്ത്രീ യൂത്ത് കോൺഗ്രസിലെ കുണാണ്ട സ്ഥാനത്തുള്ള. അതിനൊക്കെ യൂത്ത് കോൺഗ്രസിലൊക്കെ പടിയടച്ച് പിണ്ടം വെക്കണം ഇപ്പം തന്നെ. കാരണം ഒരു ക്രെഡിബിലിറ്റിയും ഒരു പ്രിവിലേജും ഇല്ലാത്ത ശൂന്യത്തിൽ നിന്നുണ്ടായ ഒരു ആരോപണത്തിന്റെ പിറകെ പോയിട്ടാണ് കൂട്ടത്തിലുള്ള ഇവളൊക്കെ വന്നിട്ട് അത് മലമ്പൂർ ചാനലിന് ഇന്റർവ്യൂ കൊടുത്തത്. മനസ്സിലായ? എന്നിട്ട് അവള് പറയാ ഈ സ്ത്രീയോട് കുറെ യൂത്ത് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾ പോയി പെൺകുട്ടികൾ പോയിട്ട് പരാതി പറഞ്ഞു പോയി. ഇവൾ ആര്? ഐക്യരാഷ്ട്രസഭയുടെ തലവത്തി ഇവളോട് പരാതി പറയാൻ? അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയാ ഇവള്? അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് ഇവളോട് പരാതി പറയാൻ? പരാതി ഉണ്ടെങ്കിൽ പരാതി സ്വീകരിക്കുന്ന ഒരു നിയമ സംവിധാനമുള്ള ഒരു രാജ്യ അവിടെ പോയി പറയണം. മറ്റേ നിന്നോടല്ല പറയേണ്ടത്. ഇനി നീ അത്ര വലിയ മാന്യത ഉള്ളതാണെങ്കിൽ നിന്നോട് ആ പറഞ്ഞ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നീ അത് നേതൃത്വത്തെ അറിയിച്ചില്ല? ഇപ്പൊ ഇലക്ഷൻ ഒരു പടിവാദിക്കലെത്തി നിൽക്കുമ്പോ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി എതിരാളികൾ ഉണ്ടാക്കുന്ന പച്ചക്കളവിന്റെ പിറകെ പോയിട്ട് നീയൊക്കെ ആളാവാൻ വേണ്ടി അല്ലെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് അങ്ങ് പറയാ. എന്നിട്ട് അതിനെ പ്രതികരിക്കുമ്പോൾ സൈബർ അറ്റാക്ക്, മറ്റേ അറ്റാക്ക് നിനക്ക് ഇല്ലാതെ പച്ചക്കളവ് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ല അല്ലെ? അതിന് ഇവിടെ സാധാരണ കോൺഗ്രസിനെ നെഞ്ചിലേറ്റുന്ന പ്രവർത്തകർ അതിന് മറുപടി പറയുമ്പോൾ നിനക്ക് ഇനി അറ്റാക്ക് ചെയ്യലായി പോയി അല്ലെ? അറ്റാക്ക് മാത്രമല്ല, തെണ്ടിത്തരം പറയരുത്. പറഞ്ഞ അതിന്റെ വിത്ത് എവിഡൻസ് അടക്കം നീ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അത് നീ പറയാ. നീ നാട്ടുകാരുടെ മറ്റുള്ള പെൺകുട്ടികളുടെ ഉത്തരവാദിത്വമൊന്നും നിന്നെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. കോടിക്കണക്കിന് പ്രവർത്തകരും ലക്ഷക്കണക്കിന് നേതാക്കന്മാരുള്ള പ്രസ്ഥാന. എല്ലാവരും ഒരേ അഭിപ്രായത്തിലും ഒരേ കീഴത്തിലൊന്നും പ്രവർത്തിക്കുന്നവരൊന്നുമല്ല. അത് മനസ്സിലാക്കിക്കോ. ഓരോരാളുടെ ബോധ്യങ്ങൾ ഓരോരാളുടെ ശരി കേട്ടാ. എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഒരു വിഷയം വന്ന് BJPക്ക് മഹിള അതിന്റെ സംഘടന ഉണ്ട്. ഏതെങ്കിലും ഒരു മഹിളന്റെ ആൾക്കാർ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? CPM-നുണ്ട്, അവർ വന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ മറ്റുള്ള എല്ലാ പാർട്ടിക്കും ഉണ്ട്, ആരെങ്കിലും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറയില്ല? അവർക്കൊക്കെ അറിയാം ഇതൊരു ഇലക്ഷന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റാണ്, അത് തിരക്കഥയാണ്, അത് അങ്ങനെ അങ്ങ് പോവട്ടെ എന്ന് വെച്ചാൽ അവർ മിണ്ടാടിക്കുന്നത്. പക്ഷെ കൂട്ടത്തിലുള്ള കുറെ എണ്ണം വന്നിട്ട് അവനെ കൊണ്ട് എനിക്ക് ഇടങ്ങാറുണ്ടായിട്ടുണ്ട്. ഇടങ്ങാറുണ്ടെങ്കിൽ നീയൊക്കെ കുടുംബത്തിൽ പറഞ്ഞാണെങ്കിൽ അന്ന് പറയണം, അന്ന് നീ പറയണം. നീ അത്ര വലിയ മെടുക്കുകയാണെങ്കിൽ ഈ ഇന്നല്ല പറയേണ്ടത്. CPM-ന്റെ അച്ചാരം വാങ്ങി നടക്കുന്ന മരം മുറിച്ചാളുടെ മൊട്ടന്റെ അടുത്ത് പോയിട്ടുള്ള നീ ആളാവാൻ വേണ്ടി ശ്രമിക്കേണ്ടത് കേട്ടാ. അത് മനസ്സിലാക്കിക്കോ. പിന്നെ കൊല്ലത്തുള്ള ബിന്ദു കൃഷ്ണ രാജിവെക്കണം എന്ന് പറയുന്നതിനകത്ത് ഞാൻ എന്നാ പറയാ മാറ്റി പറയത്തില്ല. മാസങ്ങൾ കൂടുമ്പോൾ നിലപാട് നിന്റെ നിലപാട് ഇവിടെ ആർക്ക് വേണം? ആർക്ക് വേണം? 20 വർഷക്കാലങ്ങളായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താ നീയൊക്കെ പാർട്ടി നയിച്ചിട്ടുണ്ടാക്കിയത് കൊല്ലത്ത്. അത് നീ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യം 2 MLA ഞങ്ങൾക്ക് ഉണ്ടായത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് വിഷ്ണുനാഥും അതുപോലെ തന്നെ CR മഹേഷും വിജയിച്ചത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടാ. അല്ലാതെ നീയൊക്കെയാണ് 10-20 വർഷം ഉണ്ടാക്കിയിട്ട് ഒരു MLA പോലും ഉണ്ടാക്കാൻ കഴിയാത്ത നീയാണോ പാലക്കാട് ജനങ്ങൾ കോൺഗ്രസിന്റെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആ MLA രാജിവെക്കണം നീ തിട്ടൂരം കൽപ്പിക്കുന്നത്? ആ തിട്ടൂരൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിലും കേട്ടാ. അത് അത് ശ്രദ്ധിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ നിന്റെ കയ്യിൽ വിത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ നീ പരാതി കൊടുക്ക്. ഈ ഗവൺമെന്റ് തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി കള്ളക്കേസി കൊടുക്കാൻ വേണ്ടിയും കഴിഞ്ഞ 4 മാസങ്ങളായില്ലേ ക്രൈംബ്രാഞ്ചിൽ വെച്ചിട്ട് അങ്ങോളം ഇങ്ങോളം അന്വേഷിക്കുന്നു ഇല്ലേ? കേരളത്തിനകത്തുള്ള മുഴുവൻ സ്ത്രീകളെ അടുത്തെത്തിയില്ലേ ഇവര്? എത്തിയില്ലേ? ഒരു പരാതിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് പരാതി കിട്ടിയോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കൂട്ടത്തിലുള്ളവനെ കുതികാല് വെച്ചാൻ വേണ്ടി ജയിക്കുന്ന എല്ലാ സീറ്റ് കൊടുത്തിട്ടും കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ ജനങ്ങൾ പുറങ്കാല് കൊണ്ട് പുറത്തു തരുന്ന നീ വന്നിട്ട് ഇപ്പം ലക്ഷക്കണക്കിന് 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ അങ്ങ് രാജിവെക്കണം അല്ലേ? നീ പറയുമ്പോൾ രാജിവെക്കാൻ നമ്മുടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് നാലാക്കി മടക്കി പോക്കറ്റങ്ങട്
അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് തെളിവ് വെക്ക്. തെളിവ് വെക്കണം. ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഈ പെണ്ണ് കേസിൽ കൊടുക്കാൻ തുടങ്ങിയത് ഇത് ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് PT ചാക്കോയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഇലക്ഷൻ കാലഘട്ടത്തിലും ഇവറ്റകൾക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ലാതെ നിൽക്കുമ്പോ ഇങ്ങനെ ഓരോരോ നേതാക്കന്മാരെ പെണ്ണ് കേസ് കൊണ്ടുവന്നിട്ട് അങ്ങ് എന്താ പറയാ വ്യാജ പ്രചരണം അയച്ചുവിടും. അത്തരം ഘട്ടങ്ങളിൽ അതിന്റെ നീചസ്ഥിതിയോ സത്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ രാജിവെക്കണം, പുറത്താക്കണം. എന്താ നിങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയ സ്വത്തല്ല ഈ പാർട്ടി, നിങ്ങൾ മാത്രമല്ല ഈ പാർട്ടി, അത് മനസ്സിലാക്കിക്കോ. എന്നാ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് രാഹുലിനെ രാജിവെപ്പിക്ക്. അപ്പം കാണാൻ എന്താണ് ഇവിടെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വിചാരങ്ങൾ അപ്പം കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, CPM-നകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായി. അമ്പലം കട്ടവശിയുമായി ബന്ധപ്പെട്ടവരുടെ നേതാക്കന്മാരെ പോലും ജയിലിലേക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്ത്. അത് കേരള ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തില്ല, SIT-യുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, അതായത് സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതായത് CPM അറസ്റ്റ് ചെയ്തത്, CPM അറസ്റ്റ് ചെയ്യില്ല. എന്നിട്ടും അവര് പാർട്ടിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വാർത്താ മാധ്യമങ്ങളും ചോദിക്കുമ്പോ ആ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറയുന്നത് എന്താ, പരാതിയുടെ പേരിലോ അറസ്റ്റിന്റെ പേരിലോ ഒരു നടപടിയും സ്വീകരിക്കത്തില്ല. നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥ ഉണ്ട്. ആ നിയമവ്യവസ്ഥ അതിന്റെ തെറ്റും ശരിയും കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നടപടി എടുക്കൂ എന്ന് നട്ടല് നിവർത്തി പറയുന്ന CPM-ലെ നേതാക്കന്മാർ. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ പാർട്ടിയോട്, എനിക്ക് ഇത് പറയുമ്പോൾ CPM-ന് അങ്ങ് വാനോളം മുഖേറ്റ് പറഞ്ഞേക്കണ്ട. ആ നിലപാട് കാണുമ്പോൾ ആ പാർട്ടിക്കകത്തുള്ളവർക്ക് ഒരു പ്രശ്നം വന്നാൽ ചേർത്ത് നിർത്തും എന്നുള്ള കൃത്യമായ മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. മനസ്സിലായി? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പരാതി കിട്ടാത്ത, ഒരു എന്താ പറയുക, ഒന്നുമില്ലാത്ത ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ ഈ മരം മുറി ചമ്മാടി ചാനൽ കൊണ്ടുവന്ന ഒരു ഭയങ്കര കഥ. ആ കഥ കേട്ടപ്പോ കാലത്ത് എഴുന്നേറ്റിട്ട് ഇന്ന് 13 നേതാക്കന്മാർ ആ വിഷയവുമായി വന്ന് പ്രതികരിച്ചത്. ഓരോരുടെ കയ്യിലേക്ക് ഇവൻ വെക്കം കൂട്ടിക്കൊണ്ട് പോകും. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ, പിന്നെ K മുരളീധരൻ, ഇപ്പൊ രമേശ് ചെന്നിത്തല, അപ്പുറം വേറെ എടുത്ത്. എന്താണ് ഇത്? ഇതിനകത്തൊക്കെ ഒറ്റ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നാപുര പ്രശ്നങ്ങളുള്ളൂ. എങ്ങനെ? ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. രാഹുൽ കോൺഗ്രസിന്റെ MLA തന്നെയാ. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി രേഖാമൂലം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്ന് കൊടുക്കട്ടെ, അവിടെ കുറ്റക്കാരനെ തെളിക്കട്ടെ. അപ്പൊ ഞങ്ങൾ രാഹുലിന്റെ പേരിൽ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ഇന്നലെ പരാതി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇന്നലെ നടപടിയെടുത്തില്ലേ? എന്ത് നടപടിയെടുത്തില്ലേ? ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വികാരം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നിങ്ങളങ്ങനെ പൊട്ടിവിളി നേതാക്കന്മാരായതല്ല. ഈ പറയുന്ന ഈ സാധാരണ അടിത്തട്ടിലെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടാണ് നിങ്ങളെയൊക്കെ നേതാവാക്കി മാറ്റിയത്. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ഈ രാജ്യത്ത് ഫാസിസവും വർഗഫാസിസവും കൊടികുത്തി വാഴുമ്പോ, ഒരു ഇലക്ഷൻ പടിവാതിക്കിലെത്തി നിൽക്കുമ്പോ അങ്ങനെ അതിനെ എതിർക്കേണ്ട ഒരു പാർട്ടി, ആ പാർട്ടിയെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പാർട്ടിയെ പരസ്പരം കുതികാല് വെട്ടിയും ആർക്കെങ്കിലും ഒരു ആരോപണം വരുമ്പോഴേക്ക് അതിന്റെ നീചസ്ഥിതി അറിയാത്തതും കൂട്ടത്തിൽ നിന്ന് തന്നെ കൊടുവാളും എടുത്ത് ഇറങ്ങുന്ന ഈ തരംതാണ നിലപാടുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി മാറും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അടിയിലെ കമന്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും ശ്രമിക്കത്തില്ല. അത് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെ. കോൺഗ്രസിന്റെ വികാരം, കോൺഗ്രസിനകത്ത് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ സാധാരണ കൂലി തൊഴിലാളികൾ നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന പ്രതിഷേധ, അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. നാളുകളിൽ ഇന്ന് രാഹുലിനെ തള്ളി പറയുന്ന ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ നാളുകളിൽ CPM ആരോപണം കൊണ്ടുവരുമ്പോ ഇതേ അനുഭവം നിങ്ങളും സ്വയം രാജിവെച്ച് പോണ്ടി വരും. അപ്പൊ നിങ്ങൾ ന്യായീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അനുഭവങ്ങളാ ഗുരു. അനുഭവം ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ എന്നാ നിങ്ങൾക്ക് നേരം വെളുക്കുക? ഇന്നൊക്കെ യുഗങ്ങൾ മാറിയില്ലേ? ആ യുഗത്തിന് മാറ്റത്തിനനുസരിച്ച് മാറി സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാ രാഹുലിനെ തള്ളി പറയുന്നത്? അത് പറ. എന്നിട്ട് നിങ്ങൾ തള്ളി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ കോൺഗ്രസിന് ഇപ്പം എന്താ പറയുന്നത്, മുഴുവൻ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും നിങ്ങളെ വെട്ടിയിൽ കൊണ്ട് വോട്ടങ്ങ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത് അല്ല. ഇപ്പോഴത്തെ ജനറേഷന്റെ എന്താണെന്നറിയാം? ആരടാ എന്ന് പറയുമ്പോൾ ഞാനടാ എന്ന് പറയണം. 1 രൂപ കൊടുത്ത് വാടാ എന്ന് പറയുന്നത് 2 രൂപ കൊടുത്ത് പോടാന്ന് പറയുന്ന ആ തന്റെ ഇടം ഉണ്ടെങ്കിലേ ഇന്ന് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതാ പറഞ്ഞത്, 1000 ഇലക്ഷനിൽ ഞങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാലും നിലപാടൊന്നും മാറാൻ പാടില്ല. അതായത് ഒരാളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുമ്പോ ഒരു പരാതിയും ഇല്ലാതെ എതിരാളികൾ കൊണ്ടുവരുമ്പോ അതിനൊപ്പം നിന്നിട്ട് ഞങ്ങളിതാ അങ്ങ് നടപടിയെത്തില്ലേ, നിങ്ങൾ എന്താ നന്മരാവാൻ വേണ്ടിയാ? ജനങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്
ഞാൻ ചോദിക്കുന്നത്, നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങളോട് നിങ്ങളൊരു സർവേ നടത്തി. എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള കാഴ്ചപ്പാട് അവര് പറഞ്ഞു തരും. കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. ഇത് നിങ്ങൾക്കറിയാലോ. ഉമ്മൻചാണ്ടിയൊക്കെ വേട്ടയാടിയ വേട്ടാണൊക്കെ ഞങ്ങൾക്കറിയാലോ. അവസാനം സ്റ്റേറ്റിന്റെ പരമോന്നത നീതിപീഠം എങ്ങനെയാ വിധിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ 10-20 വർഷക്കാലം വേട്ടയാടിയില്ലേ? അതുപോലെ PT ചാക്കോയെ വേട്ടയാടിയില്ലേ? PJ കുര്യൻ സാറെ വേട്ടയാടിയില്ലേ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടില്ലേ? ഇല്ല, അന്നൊന്നും ഇല്ലാത്ത വികാരവും വിചാരവും ഇന്ന് നിങ്ങൾക്ക് എവിടുന്നാ വന്നത്? ഈ രാഹുലിന്റെ വിഷയത്തിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നവരെ നാളെ FIR ഇട്ട് കേസെടുത്താൽ പോലും രാഹുലിനെ തള്ളി പറയാൻ പാടില്ല. കാരണം FIR ഇട്ട് കേസെടുക്കാൻ ഒരു ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയും. അത് എങ്ങനെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ FIR കോടതിയിൽ പോയി കോടതി വിധിച്ച് കോടതി കുറ്റക്കാരനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അവനിക്കെതിരെ നടപടിയെടുക്കാം. ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് അവനിക്കെതിരെയുള്ള എന്താ പ്രതിഷേധവും ആളിക്കത്തിക്കാം. ഇതൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അന്തംഗമികളും സംഘപരിവാറുകളും കൊണ്ടുവരുന്നതിന്റെ പിറകെ പോയിട്ട് നിങ്ങൾ സ്വയം എന്താ പറയുക, നിങ്ങൾ തരംതാവാൻ പാടില്ല. കാരണം ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. മനസ്സിലാക്കിക്കോ. ഇന്നൊരു നേതാവ് പറയാ, ഞങ്ങളെ കൂടെ വോട്ട് പിടിക്കാൻ വരുന്നവരൊന്നും കോൺഗ്രസ്സുകാരല്ല, മാറ്റവരെ വരുന്നുണ്ട്. ഇതാണ് ഈ വിറ്റകളുടെ നിലപാട്. എങ്ങനെ കോൺഗ്രസിന്റെ പ്രവർത്തകർ വെള്ളം എന്താ പറയുക, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ വീടാന്തരം കയറി പേപ്പറും ബൂത്തിന്റെ വോട്ടിംഗ് പേപ്പറും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അവരെ പോലും ഇന്ന് ഉറുപ്പില്ലാതെ വന്ന് പറയാ, ഇത് ഞങ്ങളെ കൂടെ വരുന്നതൊന്നും കോൺഗ്രസിന്റെ പ്രവർത്തകരല്ല, മറ്റാര് വരുന്നു? ഞാൻ നോക്കി അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി, അതും ഇല്ല. പിന്നെ ആരാണോ വരുന്നത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ? CPM-കാരാ, BJP-ക്കാരാ? എന്ത് പൊട്ടത്തരങ്ങളാ വിളിച്ചു പറയുന്നത്? ഇതൊക്കെ ഈ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരത്തെ പോലും നിങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാ മനസ്സിലാക്കി. കാരണം ഞങ്ങളെ പൂർവികന്മാരുണ്ടല്ലോ ഈ പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തിനും വേണ്ടി വീണ് പെട്ടഞ്ഞു മരിച്ചത്. അവരുടെ മുഖങ്ങൾ നമ്മളെ കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ മുഖങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആത്മസമീപനം പാലിക്കുന്നത്. അല്ലാതെ നിങ്ങളെ മിടുക്ക് കണ്ടിട്ടൊന്നുമല്ല. അത് മനസ്സിലാക്കിക്കോ. നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നാളെ ഈ പ്രസ്ഥാനത്തിന് ഈ അധികാരത്തിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചുണ്ടാൽ മുണ്ടുപൊക്കി കാണിച്ച് ഒരു ഉറപ്പുമില്ലാതെ മറികണ്ഠം ചാടുന്ന എത്ര കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരാളും വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധി കുടുംബത്തിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറൊരാളെ പോലും. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കും. അല്ലാതെ എതിരാളികളെ കൊണ്ടുവരുന്ന മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിന്നിട്ട് ഇക്കഴിപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഘട്ടത്തിലും അംഗീകരിക്കത്തില്ല. കൃത്യമായിട്ടുള്ള മറുപടി അവിടെ തന്നെ പറയും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഒക്കെ എല്ലാം ഇപ്പൊ ഒരു വോയിസും കൂടി പുറത്ത് വിട്ടിട്ടുണ്ട്. ആ പരാതിക്കാരി പെണ്ണ് എന്ന് പറയുന്ന ആ സ്ത്രീ രാഹുൽ ഈശ്വറുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ന്യൂസ് മലയാളം ചാനലിലാണ്, എന്നാലും യൂട്യൂബിൽ അതിനകത്താ നിങ്ങൾ പോയി കേൾക്ക്. ഇവിടെ കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാ. അത് മനസ്സിലാക്കാൻ ഈ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. എന്നിട്ട് ഇവർ വെള്ളം ഞങ്ങൾ പുറത്താക്കിയല്ലോ, ഞങ്ങൾ പാർട്ടിയിൽ അങ്ങോട്ട് പുറത്താക്കാൻ വേഗം കഴിയും, അത് അകത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രയാസം. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങും നാളെ രാഹുൽ രാജിവെച്ച് സംഘപരിവാറിനകത്തേക്കോ CPM-നകത്തേക്കോ അവൻ പോയാൽ പ്രശ്നങ്ങൾ കെട്ടടഞ്ഞു. അവനിക്ക് അതേ സീറ്റ് കൊടുക്കും, അവൻ വലിയ വാഴ്ത്തപ്പെട്ട പുരുഷനാക്കുകയും ചെയ്യും. അപ്പോൾ ഇവറ്റകൾ എന്താവും? ശശിയാവും. അതല്ലേ ഞാൻ ചില സമയം എങ്ങനെ വിചാരിക്കട്ടെ, ഈ പാവം ഒന്ന് രാജിവെച്ച് മറ്റേതെങ്കിലും പാർട്ടി പൊയ്ക്കോട്ടെ, ഭാവി ഉണ്ടാകും. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നോക്കണം നിങ്ങൾ, ഒരു തെളിവുമില്ല, ഒരു പരാതിയുമില്ല. എവിടുന്നോ മരമുറി കൊള്ളക്കാരൻ ചില വീഡിയോസിന്റെ ക്ലിപ്പുകളാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പൊ നിങ്ങൾ നോക്കിക്കോ, അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇവറ്റകൾ ഇതുപോലെ ബാക്കി വെച്ചിട്ടുണ്ടാവും. അന്നേരം കുറച്ച് ഇങ്ങനെ വിടും. ഇതാണ് അവസ്ഥ. പക്ഷെ അതും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവറ്റകളെ തലക്കകത്ത് വേണ്ടേ? ഇവറ്റകൾ എന്താ ഈ നമ്മൾ വിചാരിക്കും ഈ മിഞ്ഞാമിനിങ്ങിന്റെ വിചാരം എന്റെ വെളിച്ചം കണ്ടിട്ടാണ് 110,000 നടക്കുന്ന ഒരു ധാരണ. അതുപോലെ ഓരോരുത്തരും രാവിലെ കുളിച്ച് വരുമ്പോ അങ്ങ് പറയാ പാർട്ടിയുടെ നയപരമായിട്ട് രാഹുലിനെ പുറത്താക്കി പോലെ ഒരുത്തം പറഞ്ഞ. ഞാൻ പറ്റും രാഹുലിനെ പുറത്തൊക്കെ നയപരമായിട്ടൊന്ന് തീരുമാനം. നയം എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ പുരോഗതി, ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടൊക്കെ ആക്കാണ് നയരൂപീകരണം ഉണ്ടാകുക. ഇത് രാഹുലിനെ പുറത്താക്കിയിട്ട് മാധ്യമത്തോട് പറയാം അത് പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവറ്റകൾ ഞാൻ പറയുന്നത്
മന്ദബുദ്ധികളെ ഇവിടുത്തെ പൊതുസമൂഹം എനിക്കറിയുന്നില്ല എന്താ ലോജിക്ക് ഇവറ്റകൾ പറയുന്നുള്ള കാര്യം. ഞാൻ വെച്ച് നയരൂപീകരണം നയത്തിലെ കുടിയങ്ങ ഞാൻ വെച്ച് എന്തോടെ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊജക്ട് കൊണ്ടുവരുന്ന ഒരു നയങ്ങൾ രൂപീകരിച്ചിട്ട് ജനങ്ങളോട് എന്താ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നോക്കുമ്പോ അല്ല, അത് രാഹുലിനെ പുറത്താക്കിയത്. എന്താ ഞാൻ പറയേണ്ടത് ഇതിനകത്തൊക്കെ? എന്നിട്ട് ഇപ്പൊ കുറെ എണ്ണ എവിടുന്നൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് മാധ്യമത്തിൽ രാവിലെ വരുമല്ലോ ഇവറ്റകൾ ഇത് സാമാനവും പിടിച്ചിട്ട്. എന്നാ CPM ഈ അമ്പലം വിഴുങ്ങി ഈ നാടിനെ കൊള്ളയടിച്ച കാര്യത്തിനകത്ത് ഒരു മാധ്യമത്തിന് ഈ കോലം പിടിച്ചിട്ട് ഒരു നേതാവിന്റെ പറയുകയും പോകുന്നില്ല. കാരണം അവർക്കറിയാം പോയി കഴിഞ്ഞാൽ ആറ്റ് കിട്ടും, തുപ്പി പുറത്താക്കും. അവറ്റകൾ പറയൂല. ആരാണോ പറയാൻ ഏൽപ്പിച്ചതോ ഒരാൾ അതുവരെ മാത്രമേ സ്റ്റേറ്റ്മെന്റ് നടത്തൂ. അതാണ് ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നിങ്ങൾ ഈ CPM-ന്റെ ഇത്ര വലിയ അലിഗേഷൻ ഉണ്ടാകുന്ന മാത്രമല്ല 2 പേരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ പ്രിയപ്പെട്ടവരെ? എന്റെ സദനോടാണ് ചോദിക്കുന്നത്. കേട്ടോ? എന്നാ അങ്ങനെയല്ല, ഇത് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ നോക്ക്, ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ നാണം കെട്ട മാധ്യമങ്ങൾ CPM-നോട് കാശും വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിന്റെ അരിയെ പോയിക്കും രാവിലെ അങ്ങ് ഇങ്ങോട്ടൊന്നും തള്ളിപ്പിടിച്ച് എന്താ രാഹുൽ അപ്പ അവൻ വായി പറഞ്ഞ് അവന്റെ ഐഡിയ പറഞ്ഞു. അപ്പാണ് ഇതാ സുധാകരനെ തള്ളി രമേശ് ചെന്നിത്തല ബ്രേക്കിംഗ് ഓടി, ഇങ്ങനെ ഓടി ഏകദേശം 2 മണിക്കൂർ അതിങ്ങനെ ലൈവിൽ നിർത്തിച്ച് അടുത്തത് വന്ന് അപ്പോൾ മുരളിയെ കണ്ട് എന്താ രാഹുൽ അവൻ ഞങ്ങൾ പാർട്ടിനെ പുറത്താക്കിയതല്ലേ, അത് അവിടെ വിഷയം കഴിഞ്ഞു. പിന്നെ അതിനെ ഒരു വർണ്ണിക്കലായി. ഉടനെ അത് ഫ്ലാഷ് സാധ്യം വന്ന് സുധാകരനെ രാജ്മോഹനെ താളിയും തള്ളി കെ മുരളീധരൻ 2 മണിക്കൂർ അത് വെച്ച് കേൾക്കണം. അടുത്ത ഇപ്പുറത്തോട്ട് രമേശ് ചെന്നിത്തല ഇങ്ങനെ. പിന്നെ നോക്കുമ്പോ ഇതുപോലത്തെ കുറെ എണ്ണം ഏത് പാർട്ടിയിൽ ഉണ്ടോന്ന് പോലും അറിയാതെ കുറെ എവിടുന്നൊക്കെയോ പോയിട്ട് പീഠത്തലക്കത്തൊക്കെ പോയിട്ട് പിടിച്ചു വിടാണ്ട് കൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കുളർ സെക്രട്ടറി. ഏത് കുളർ സെക്രട്ടറി എനിക്കറിയില്ല ഇത് എന്താ അതിന്റെ അവസ്ഥ എന്നൊക്കെ. അപ്പൊ എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നോടും പല പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ഞാൻ അപ്പോൾ ഗൂഗിളൊക്കെ പോയി ഈ പെണ്ണിന്റെ പേരും അടിച്ച് സെർച്ച് ചെയ്ത് നോക്കി. കാരണം സുപ്രീം കോടതിന്റെ ജഡ്ജി എങ്ങാട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹൈക്കോടതിന്റെ ജഡ്ജിയാണോ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ പിന്നെ എന്താ പറയുക തലവത്തിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ശിശുക്ക് എന്താ ഈ സ്ഥാനത്തിരിക്കുന്നതാണോ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല. അപ്പം പിന്നെ നോക്കി ഞാൻ ആ വീഡിയോസ് കേട്ടു ഞാൻ ഇവളാര് പരാതി പറയുന്നത് ഇവളാര് എനിക്ക് മനസ്സിലായില്ല എന്റെ ലോജിക്ക്. അങ്ങനെ പല പരാതി ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. എന്നിട്ട് മാധ്യമങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഇതാ പറഞ്ഞു രാഹുലിനെ തള്ളി. അങ്ങനെ എത്രയാണ് തള്ളു? എന്താ ഇവിടെ അതിന് പ്രശ്നം? അതും മാത്രമല്ല, ഇവരൊക്കെ കുറ്റം ചെയ്തിട്ട് എന്ത് കുറ്റാവൻ ചെയ്തത്? അവൻ ബലാത്കാരം ചെയ്തോ, റേപ്പ് ചെയ്തോ, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയോ? അങ്ങനെ കുറ്റം എന്നൊക്കെ പറയുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പറയുമ്പോ എന്ത് കുറ്റം? ഇനി അതോ അവന്റെ നല്ല പ്രായത്തിൽ സ്വാഭാവികമായിട്ട് പ്രേമവും കാര്യങ്ങളും ലോകത്തുണ്ട്. ഷാജഹാനും മുംതാസൊക്കെ പ്രേമിച്ച ലോകം ഇത് ഉള്ള അവർക്ക് വേണ്ടി താജ്മഹൽ പോലും പണിതിട്ടുണ്ട്. എന്നാൽ അത് ബ്രേക്കപ്പ് ആവുകയും ചെയ്യും, അതിന് തർക്കമൊന്നുമില്ല. അങ്ങനെ ബ്രേക്കപ്പ് ആയ പല പ്രഗത്ഭന്മാരും ഉണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ അവര് നല്ല ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ അതും ഇല്ല. അങ്ങനെ അത് ചെയ്താൽ അതെന്ത് കുറ്റമായി പോന്ന്? ഇവര് ചില പരസ്പരം ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടും ഒരു ധാരണ ഭാഗമായിട്ടും അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുക. ഏതായാലും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാലോ, അല്ലേ? ഇനി നാളുകളിൽ അങ്ങനെയും കഥ ഉണ്ടാക്കിയേക്കല്ലേ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്ത് അത് ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ അപ്പൊ അതാണ് വിഷയം. അല്ലെങ്കിൽ ഇവർ പറയണം ഒന്ന് ബലാത്സംഗം ചെയ്ത്, അല്ലെങ്കിൽ വണ്ടി റേപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും MLA സ്ഥാനത്തിൽ ആ സ്ഥാനം ദുരുപയോഗം ചെയ്തിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയി, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ലേശെങ്കിലും അത് വിശ്വസിക്കാം. ഇതൊന്നുമില്ല. അദ്ദേഹം പാർട്ടിക്കകത്ത് വരുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായ നിങ്ങൾ നോക്കൂ കൂട്ടാരെ, ആദ്യ തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഒരു ട്രാൻസ്ജെൻഡേഷനില്ല അവരുടെ പോയെ എനിക്കതിന് മെയ്യാക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു എന്താ പറയാ പിന്നെ പറയുമ്പോ അതിനെ ആവേശിച്ചത് എവിടെയോ ഇപ്പൊ പരാതി ഉണ്ടോ? ഇല്ല. പിന്നെ ഏതോ ഒരു ദുബൈനങ്ങാത്തി ഒരു എഴുത്തുകാരി എന്തോ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, എവിടെയാ പോയെ? ഇപ്പം കാണുന്നില്ലല്ലോ. പിന്നെ പറഞ്ഞ് 80 വയസ്സായ തള്ള മുതൽ 16 വയസ്സായ ആ കുട്ടി മുതൽ ഇനി 4 വയസ്സായ കുഞ്ഞു വരെ ഉണ്ട്. ഈ നാറിയ ചാനലല്ലേ ടെലികാസ്റ്റ് ചെയ്ത്, അല്ലേ? എവിടെയാ അവരൊക്കെ പോയെ? എവിടെയാണ് അവരൊക്കെ പോയെ? അതും പോട്ടെ.
പിന്നെ എന്താണ് അന്ന് പറഞ്ഞത്? ഗർഭം കലക്കാൻ രാഹുൽ പ്രേരിപ്പിച്ചു. ഇപ്പം പറയുന്നത് ഗർഭം ഉണ്ടാക്കാൻ രാഹുൽ പ്രേരിപ്പിച്ചു. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടാ നാറികളെ. കേൾക്കട്ടെ, നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. നീയൊക്കെയല്ലേ മുട്ട പറഞ്ഞ് ഗുളിക കൊണ്ടുവന്നത് ദുബൈയിൽ നിന്ന്, പാകിസ്ഥാൻ വഴി, ഉഗാണ്ട വഴി, അമേരിക്ക വഴി, ഇങ്ങനെ എന്താ പറയാ ജർമ്മൻ വഴി ഇങ്ങനെ ഇന്ത്യയിലെത്തിച്ച് എന്നിട്ട് വേറൊരു സുഹൃത്തിനെ കൊണ്ട് അണ്ണാക്കിക്കോയി തള്ളിക്കൊടുത്ത്. ഇതെല്ലാം നിങ്ങളെങ്ങനെ പറഞ്ഞത്? അല്ലേ അല്ലേ? ഇപ്പൊ എന്താ പറയുന്നത്? ഗർഭം വേണം എന്ന് പറഞ്ഞു. തീട്ടം തിന്നുന്നാടാ നിങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാ എന്താ നിങ്ങൾ ഭക്ഷിക്കുന്നത്? എടാ റേറ്റിങ്ങിന് വേണ്ടിക്ക് പണി വേറെ ഉണ്ടടാ, പോയിട്ടെടുക്ക് നിങ്ങളത്. മനസ്സിലായ? എന്നിട്ട് അത് ഏറ്റു പിടിച്ചിട്ട് കൂട്ടത്തിലുള്ള കുറെ എണ്ണം രാവിലെ കുളിച്ച് പിടിച്ചിട്ട് ഇപ്പം കിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ ആരോപണം വന്നപ്പോൾ ഇതുപോലെ രാഹുലിനെതിരെ ഒരു സ്ത്രീ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഒരു വലിയ ആളായി വന്ന് പറഞ്ഞു തരും. ആ സ്ത്രീ ഇപ്പൊ അവിടെ മത്സരിക്കുന്നുണ്ട്, ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും ഇപ്പൊ മറ്റൊരു സ്ത്രീ ഇപ്പൊ നിയമസഭയിലേക്ക് ഇങ്ങനെ രാഹുലിനെതിരെ പറഞ്ഞു കഴിഞ്ഞ് ഏതെങ്കിലും മറ്റു നേതാക്കന്മാർ ഇക്കപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സീറ്റ് അങ്ങ് കിട്ടും എന്നുള്ള ധാരണ പുറത്തായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം കൂട്ടരെ. ഈ കഴിഞ്ഞ തുടക്കത്തില് പറഞ്ഞ ഇതുപോലെ ആരോപണം ഇല്ലാതെ ആരോപണം ഉന്നയിച്ച കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുക. മനസ്സിലാക്കണം നിങ്ങൾ. അത് നിങ്ങളെ മനസ്സാക്ഷിക്ക് ഞാൻ വിട്ടു തന്നു. ആ തിരുവനന്തപുരത്തുള്ളവർ എന്റെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചോ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് ഇഷ്ടപ്പെടുന്ന, കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വരുമ്പോൾ ആര് വേണം ആര് വേണ്ട എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കണം. പാർട്ടി പ്രവർത്തകർ ഇപ്പൊ നോക്കുക എന്താ ഇവരൊക്കെ നിലപാട് എന്നുള്ള കാര്യം, കേട്ടാ. അല്ലാതെ ഒന്നും ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. പാർട്ടി നിലനിൽക്കണം നമുക്കുണ്ടെങ്കിൽ ഇനി നേതൃത്വത്തോടോ കാര്യത്തോടോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവറ്റകൾ ഇതിന് എത്ര പോസ്റ്റാലും അതിന് ന്യായീകരണം കണ്ടെത്തും. ഇവർ ന്യായം ഒഴിക്കും, ഇവരങ്ങ് വിരിയും. പക്ഷെ പ്രസ്ഥാനം ഉണ്ടാവത്തില്ല. നമുക്കറിയാലോ 29 സ്റ്റേറ്റിനകത്തുള്ള പ്രസ്ഥാനം ഇന്ന് 2 സ്റ്റേറ്റിലേക്ക് ഒതുങ്ങി. ഇതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിനകത്ത് ഇപ്പൊ കർണാടകയിലും പ്രശ്നം നടക്കുക. നോക്കണം നിങ്ങൾ. എവിടെയാ നിങ്ങൾ BJP സംഘപരിവാറിനെ എതിർക്കുക? എങ്ങനെയാ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോട് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവ നേതാക്കളുണ്ട്, അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അല്ലാതെ ഈ കുറെ ഒന്നിനും കൊള്ളാത്ത അധികാരത്തിന് വേണ്ടി മാത്രം രാവിലെ കാൽ കുളിച്ച് പൗഡർ ഇട്ടിങ് വരൂ, കതറും മുക്കിങ് വരൂ, എന്നിട്ട് എന്തോ ഇതിന്റെ സത്യങ്ങളും ഒന്നും തെറ്റും തിരിയും തിരിച്ചറിയാതെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വലിയ നന്മമരാവാൻ വേണ്ടി അതെ ഞങ്ങൾ നടപടിയെടുത്തില്ലേ, ഞങ്ങൾ കുടപടിയെടുത്തില്ലേ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ക്ലിയറിംഗ് ഉണ്ടാക്കണ്ടേ? അത് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനമായി അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ തീരുമാനിക്കുക പാർട്ടിക്കകത്ത് ഇനി ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളത് സാധാരണ അടിത്തട്ടുള്ള പ്രവർത്തകരുടെ കയ്യിൽ ആണ് ഉള്ളത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇത്തരം പാർട്ടിക്കകത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവരൊക്കെ ഒരു 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 പൊസിഷനിൽ എത്തുമ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ കേരളത്തിനകത്ത് ഞങ്ങളിപ്പം 82ഓളം സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. ഭരണത്തിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടത് 72-3 സീറ്റാണ് ഞങ്ങൾക്ക് വേണ്ടത് ഭൂരിപക്ഷത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഘടകത്തിന്റെ സീറ്റും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഒരു നല്ല മെജോറിറ്റിയിലേക്ക് 100 സീറ്റ് കിടക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നണിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ 2-3 പേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ആരെ വേണം ആരെ വേണ്ട എന്നുള്ള കാര്യം അതാത് മണ്ഡലത്തിലുള്ള കോൺഗ്രസിന്റെ വോട്ടർമാർ തീരുമാനിക്കുക. പാർട്ടി രക്ഷിക്കാൻ ഞാൻ പറയുന്നത്. 1-2 സീറ്റ് കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് അധികാരം കിട്ടും. പക്ഷെ പാർട്ടി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി യുവ നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ട് പോവട്ടെ. ആ ചിന്ത നമുക്കുണ്ടാവണം. ഇനി ഞാൻ ഇപ്പോഴാണ് അതിന്റെ ക്യാമ്പയിന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വളരെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകരോടൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിന്റെ ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങും. കാരണം എന്താ അറിയോ, കൂട്ടത്തിൽ നിന്ന് കുതികാലി വെട്ടുന്നവനെയും ഈ പാർട്ടി വെച്ചിട്ട് വിലവേശിട്ട് ഞങ്ങൾ കിട്ടിയത് പോരാഞ്ഞിട്ട് അതിന് മേലെ വേണം അടികൂടി കോൺഗ്രസ് എന്ന ഐഡിയോളജിയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് അടിക്കാൻ വഴിയിട്ട് കൊടുക്കുന്ന ഈ നാണം കെട്ട പരിപാടി ഈ ഇലക്ഷനോട് കൂടി അവസാനിപ്പിക്കണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റൂ എന്നുള്ള ബോധം ഇവിടുത്തെ പ്രവർത്തകർക്ക് ഉണ്ടാവണം. കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വന്നാലേ ഇവിടെ ഞങ്ങൾക്കൊക്കെ എന്താ പറയുക സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ, ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ നിലനിർത്താൻ കഴിയും എന്നുള്ള ബോധവും തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് കേരളത്തിലെങ്കിലും ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി കോൺഗ്രസിന്റെ ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാരുടെ പുറകെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയും അതായത് എന്നാക്കാണ് മുകളിൽ വളരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന
ചില തലക്കനമുള്ളവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ സർവേശ്വരൻ നല്ല മനസ്സ് നമുക്കൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്ന പ്രാർത്ഥന വചനത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്. രാഹുൽ ജയിച്ചു വരട്ടെ, മുന്നേറട്ടെ.